എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് ഫ്ലോറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഈ വീഡിയോ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ്. ആരോഗ്യമന്ത്രി കഴിഞ്ഞ 2-3 മാസം മുമ്പ് ഈ ഡോക്ടർ ഹാരിസൺ വെളിപ്പെടുത്തിയ ചില സത്യങ്ങളെ വളരെ സൗമ്യ ഭാഷയിൽ കൂടി നിങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർ തന്നെ അദ്ദേഹത്തെ ഒത്തിരി മാനസികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അതും സ്വന്തം പാർട്ടി വിശ്വസിക്കുന്ന ഒരു ഡോക്ടറിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം സത്യസന്ധമായ മെഡിക്കൽ എത്തിക്സ് ഉള്ള കാരണം അത് ഉള്ള സത്യങ്ങൾ തുറന്നു പറഞ്ഞു. ദുരിതം അനുഭവിക്കുന്ന പാവം രോഗികൾക്ക് അവർക്ക് വേണ്ട ചികിത്സകൾ ചെയ്യാൻ സാധിക്കാതെ മാനസിക പ്രയാസം തോന്നി അദ്ദേഹം മെഡിക്കൽ കോളേജിൻ്റെ ശോചനീയ അവസ്ഥയെ വിളിച്ചു പറഞ്ഞു. അതിൽ പലരും അദ്ദേഹത്തിന് പാരപണിയാൻ ശ്രമിച്ചു. മൗനസമ്മതം കൊടുത്ത് ഈവൻ മന്ത്രിയും അതിൽ നല്ല ഒരു പങ്ക് വഹിച്ചു. എനിവേ, ആ കഥ കഴിഞ്ഞു. ഇപ്പോൾ ഈ മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഒരു ക്യാപ്റ്റനെ കുറിച്ച് പറഞ്ഞിരുന്നു. വളരെ വലുതായിട്ട് കാണിച്ചു. എന്താണ് ആ ക്യാപ്റ്റൻ്റെ ഫ്രണ്ടിൽ പോയി നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാൻ എന്താണ് ഇത്ര ഭയം, എന്താണ് ഇത്ര ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറയുക. ആരോഗ്യ മേഖലയെക്കുറിച്ച് പറയുക, തൻ്റെ ഇടം കാണിക്കുക. നിങ്ങൾ തൻ്റെ ഇടം കാണിക്കേണ്ട അവിടെയാണ്. അല്ല പാവം പിടിച്ച് ആരെങ്കിലും എന്തെങ്കിലും സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അവരെ ഗുണ്ടകളെ വെച്ചും പോലീസിനെ വെച്ചും ഒതുക്കലല്ല വേണ്ടത്. ശരിയായി കാണുക, തെറ്റിനെ തെറ്റായി കാണുക. എത്ര നിർധന രോഗികളാണ് ചികിത്സ കിട്ടാതെ മെഡിക്കൽ കോളേജിൽ വന്ന് മടങ്ങി പോണത്. ഡോക്ടേഴ്സ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്കൊന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയായി. കോടികളുടെ ബാധ്യതയാണ് മെഡിസിൻ കമ്പനിക്കും പിന്നെ ഈ സയൻറ്റിഫിക് എക്യുപ്മെൻറ്റ്സ് കൊടുക്കുന്ന കമ്പനികൾക്ക് ബാക്കി വെച്ചത്. നിങ്ങൾ എന്താണ് യഥാർത്ഥം ഒരു മന്ത്രി എന്നുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു ആർജവും കാണിക്കണ്ടേ? നിങ്ങൾ മുൻപ് ന്യൂസ് റീഡർ ആയിരുന്നല്ലോ. അന്ന് കാണിച്ച ആർജവും അറ്റ്ലീസ്റ്റ് അതിൻ്റെ ചെറിയൊരു 10% ആർജവമെങ്കിലും എന്തുകൊണ്ട് നിങ്ങൾ മന്ത്രിയായിപ്പോൾ കാണുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഭയപ്പെടുത്തുകയാണോ? നിങ്ങൾ ആരുടെയെങ്കിലും എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. പബ്ലിക് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് ഇത്ര ഒരു കുത്തഴിഞ്ഞ സംവിധാനമായി ഈ മെഡിക്കൽ രംഗം തകർന്ന് തരിപ്പണമായി? എന്തുകൊണ്ട്? എന്നാലും നിങ്ങൾക്ക് പ്രഖ്യാപനങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ പ്രഖ്യാപനങ്ങൾ പലതും നടത്തുന്നു, ഒന്നും പ്രായോഗികമല്ലെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഇറങ്ങിപ്പോൻ വളരെ സമയം ഏതാണ്ട് അടുത്തടുത്ത് വരുന്നു. നിങ്ങൾക്ക് എങ്ങനെയും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി. പോകുന്നതിന് മുമ്പ് ആർക്കൊക്കെ എന്തൊക്കെ പാര പണണം അത് മാക്സിമം നിങ്ങൾ പാര പണിയുക. സത്യങ്ങൾ വിളിച്ചു പറയുന്നവരെ ഉപദ്രവിക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ മന്ത്രി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മെഡിക്കൽ കോളേജിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? ഈ പത്രവാർത്തകൾ ഇതൊക്കെ ഒന്നും അറിയുന്നില്ല. കോടാനുകോടി രൂപ കൊടുക്കാനുള്ളപ്പോൾ നിങ്ങൾ യാതൊരു ഭയപ്പാടുമില്ല, ഒരു വ്യത്യാസമില്ലാതെ നിങ്ങൾക്കൊരു കുഴപ്പമില്ല. ഇതൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് മന്ത്രി ദയവ് ചെയ്ത് ക്യാപ്റ്റൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിനോട് കാര്യം ബോധിപ്പിക്കുക. പേടിക്കണ്ട. പിന്നെ നിങ്ങളുടെ അടുത്തേക്കുള്ളതാണ് ഈ ധനമന്ത്രിയും. അവിടെ പോകാനും നിങ്ങൾക്ക് ഭയപ്പെടുന്നു. നിങ്ങളെപ്പോലെ അദ്ദേഹം ഒരു മന്ത്രിയല്ലേ? നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയുക. ഈ ആർഭാടത്തിനും അതിനും ഇതിനുമൊക്കെ പരസ്യത്തിനുമൊക്കെ കോടികൾ വാരി കൊടുക്കുമ്പോൾ മന്ത്രിയോടൊന്ന് തുറന്ന് പറയുക. എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? നിങ്ങൾ പബ്ലിക് ഒരു പ്രസ്താവന നടത്തുന്നില്ല, നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അത് നിങ്ങളുടെ എത്തിക്സ്, ഇറ്റ്സ് ഓക്കെ. പക്ഷേ മനുഷ്യൻ കഷ്ടപ്പെടുകയാണ്. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം പോണതിന് മുമ്പ് ഈ ആരോഗ്യരംഗത്തെ തകർത്ത് തരിപ്പണമാക്കി കോടികളുടെ ബാധ്യത ഉണ്ടാക്കി നിങ്ങൾ ഭരണം ഒഴിഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് എൻ്റെ ഇപ്പോൾ ഇത് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് കഴിവതും പ്രധാനമായി നിങ്ങൾ മുട്ടടിക്കാതെ ഭയക്കാതെ യാതൊരു കുഴപ്പമില്ലാതെ നിങ്ങൾ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് വന്നതാണ്. നിങ്ങൾക്ക് കുറേ മെത്രാന്മാരും കർദിനാൾമാരും കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ ജയിപ്പിച്ചേ. അവർക്കിപ്പോൾ ഒന്നുമില്ല. അവർ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. അത് എന്താണെന്നറിയില്ല.
നിങ്ങൾക്ക് എന്താണ് പഠിക്കുക? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ്, നിങ്ങൾക്കൊരു പ്രത്യേക സംവിധാനത്തിൽ കൂടി നിങ്ങൾ MLA ആയി, മന്ത്രിയായി. കുറച്ചെങ്കിലും ആർജവും കുറച്ചെങ്കിലും സിൻസിയാരിറ്റിയും ജനങ്ങളോട് കാണിക്കുക. നിങ്ങൾ ഭരണപക്ഷത്തോട് നിങ്ങളുടെ ക്യാപ്റ്റൻ്റെ ഫ്രണ്ടിൽ ഒന്നും പറയാതെ കാര്യങ്ങൾ വ്യക്തമായി. ക്യാപ്റ്റൻ എന്ത് ചെയ്യാൻ പറ്റും? ക്യാപ്റ്റന് ഒരുപാട് ക്രൂ ഉണ്ട്. അദ്ദേഹം ഒരു ക്യാപ്റ്റനാണ്, ഒരുപാട് തലവനുണ്ട്. ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ട് അതെല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിതൊരു പ്രോബ്ലമായിട്ട് മാറരുതെന്ന് നിങ്ങൾ വിശ്വസിക്കും. പക്ഷേ നിങ്ങളുടെ പ്രതിച്ഛായയാണ് മങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയോടൊന്ന് പറയാനുള്ളത്, കഴിയുന്നതും ക്യാപ്റ്റനെ കാണുക, ഈ ശോചനീയാവസ്ഥയ്ക്കൊരു അവസാനം കണ്ടെത്തുക, രോഗികൾക്ക് മരുന്ന് ലഭിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക, അവരുടെ ഓപ്പറേഷനുള്ള അതെന്തൊക്കെ പോരായ്മകൾ അത് സാധീകരിച്ച് അവരുടെ ഈ കമ്പനിക്കാർക്ക് കൊടുക്കാനുള്ള ഡ്യൂസ് കഴിയുന്നതും വേഗം ക്ലിയർ ചെയ്ത് ചികിത്സാ രംഗം നല്ല രീതിയിലുണ്ടാക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ട സംവിധാനം ഉണ്ടാക്കുക. നിങ്ങളുടെ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒഴിക്കരുത് മന്ത്രി. നിങ്ങൾ ക്യാപ്റ്റനെയും കാണുക, നിങ്ങളുടെ ധനമന്ത്രിയും കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുക. ശോചനീയമാണ്. പത്രവാർത്തകൾ വായിക്കുന്നുണ്ടല്ലോ, ക്യാപ്റ്റനും വായിക്കുന്നുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഉടൻ ഒരു തീരുമാനമെടുക്കുമെന്ന് നാം ആവശ്യപ്പെടുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.